നമസ്തേ. നമസ്തേ. ഡ്രീം 720യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് 2024 മെയ് 5 തീയതി ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:20 വരെ 3 മണിക്കൂറും 20 മിനിറ്റും 200 ചോദ്യങ്ങൾ, 180 കൃത്യമായ ഉത്തരങ്ങൾ. 720ലേക്കുള്ള നമ്മുടെ ദൂരം കൃത്യമായി നമുക്ക് അളന്നെടുക്കാനുള്ളൊരു സമയമാണിത്. നമ്മൾ പഠിത്തത്തിൻ്റെ ഏത് ലെവലിൽ നിൽക്കുന്നു, ആ ലെവലിൽ നിന്നും 720ലേക്കുള്ള ദൂരം. 720 എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ആർജിച്ചിരിക്കുന്ന കഴിവിനപ്പുറമുള്ള മാക്സിമം സ്കോറിലേക്ക് എത്തേണ്ടത് ഏത് രീതിയിലെന്ന് മനസ്സിലാക്കുവാനുള്ള സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് മോഡലുകൾ നടന്നു, നമ്മുടെ ക്ലാസ്സുകൾ നടന്നു. ഇന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ഈ എപ്പിസോഡിൽ ടീച്ചർ ആദ്യം എന്നോട് സൂചിപ്പിച്ചതുപോലെ ഈ എപ്പിസോഡ് രക്ഷകർത്താക്കളോടാണ് ഞങ്ങൾക്ക് 2 പേർക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 65-70 ദിവസമാണ് നമുക്ക് മുമ്പിലുള്ളത്. അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവർ ഏറ്റവും കഠിനമായി അധ്വാനിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല മോഡൽ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത്രയും അധികം അവർ അതിനു വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിക്കുമ്പോൾ അവരുടെ ആരോഗ്യവും മനക്കരുത്തും ശാരീരികമായ ഒരു ആരോഗ്യം എല്ലാം നമുക്ക് അവർക്ക് ഒരു ഉൾക്കരുത്ത് കൊടുക്കേണ്ടത് ഞങ്ങളുടേതായ രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങളും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. രക്ഷകർത്താക്കളോടാണ് ഈ എപ്പിസോഡ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതെ സർ. കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ മക്കള് ഏറ്റവും നല്ല നിലയിൽ തന്നെ എത്തണം എന്ന് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കൺസേൺ പലപ്പോഴും കുട്ടികളുടെ മേലിൽ ഒരു അധിക സമ്മർദ്ദം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും മോഡൽ എക്സാം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, അതുവരെ വീക്ക്ലി എക്സാംസ് ഒക്കെ വന്നപ്പോഴും പാരൻസ് പലരും അതിനെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള പാരൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി മോഡൽ എക്സാം തുടങ്ങിയപ്പോഴാണ് കൃത്യമായിട്ട് എൻ്റെ മകളുടെ മാർക്ക് ഇത്രയാണ്, അവൾ ഇത്രാമത്തെ റാങ്കിലാണ്, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ എഴുതിയ പരീക്ഷയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വറി ചെയ്ത് അതിനെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു സമയം ഈ മോഡൽ എക്സാം തുടങ്ങിയപ്പോഴാണ്. ഒരുപക്ഷെ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം തീരെ ചെറുതല്ല. പലപ്പോഴും പല കുട്ടികളും എന്നെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നത്, എനിക്ക് മിസ്സേ മാർക്ക് കുറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ഈ കുറഞ്ഞത് വീട്ടിലറിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാവും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എന്നെ വഴക്ക് പറയും, ഇങ്ങനെ പല കൺസേൺസ് ആണ്. ചില കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പാരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നത് പോലെ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, മറിച്ച് കുറച്ചു പേര് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന പോലെ തോന്നുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില പാരന്റ്സ് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വയ്ക്കുന്നില്ല, പക്ഷെ കുട്ടികൾ ഭയങ്കര കൺസേൺ ആണ്. കാരണം ഞാൻ മാർക്ക് കുറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വിഷമാവും, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വിഷമാവും, അവരെന്ത് കരുതും, അമ്മയോട് ഞാനിനി എന്ത് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിനി അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഞാൻ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിനപ്പുറം എൻ്റെ അമ്മ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛനോട് ഞാൻ എന്ത് പറയും എന്നൊരു ചോദ്യത്തിൽ അവർ മാറ്റപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ കുട്ടികളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്കും സാറിനൊക്കെ അത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മളിത് പറയുന്നത്. പക്ഷെ അത് പല സമയത്തും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ അവര് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്ത് പരീക്ഷകളൊക്കെ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിടുന്ന ക്വസ്റ്റ്യനുകൾ എന്തായാലും കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. കാരണം ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോളും 720 അപ്പുറം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു കുഞ്ഞിന് അത് നന്നായിട്ട് എഴുതാൻ പറ്റാതെ വരികയോ മാർക്ക് കുറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അവിടെ നിങ്ങൾ അതിനെ വലിയൊരു പ്രോബ്ലമായിട്ട് എടുത്ത് ബാക്കിയുള്ള കുട്ടിയും നിന്നെ പോലെ അല്ലേ പഠിച്ചത്, അവൾക്ക് നല്ല മാർക്കുണ്ട് അല്ലെങ്കിൽ അവന് നല്ല മാർക്കുണ്ട്, നീ എന്താ ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത്രയും നേരം ആ കുട്ടി കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു വർക്കിനാണ് നമ്മൾ വില കൊടുക്കാതെ പോകുന്നത്. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്കുണ്ട്, പക്ഷെ അതിനും അപ്പുറം അതിനുവേണ്ടി നമ്മുടെ കുട്ടിയുടെ പ്രയത്നം നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മകളെ ഏറ്റവും നന്നായിട്ട് എത്തണം എന്നാണ് ആഗ്രഹം, പക്ഷെ എങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എത്താൻ പറ്റുന്നതിൻ്റെ, എൻ്റെ കുഞ്ഞിനെ ഓടാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് എന്താണെന്ന് ഒരു പക്ഷേ പാരൻസ് തിരിച്ചറിയണം. ഈ ഒരു മൊമെന്റ് ഒരിക്കലും എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു മോഡൽ എക്സാം തുടങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ വറീസ് ഇങ്ങനെ വന്നു തുടങ്ങിയത്. മാർക്കിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞത് കൃത്യമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് വീക്കിലി എക്സാമുകൾ നടക്കുമ്പോൾ നമുക്ക് മാർക്കിനെ കുറിച്ചോ അല്ലെ റാങ്കിനെ കുറിച്ചോ അത്രയധികം ഫോക്കസ്ഡ് അല്ലായിരുന്നെങ്കിലും മോഡലുകളിൽ നമുക്ക് ആ 720 മാർക്കുകളിൽ കിട്ടുമ്പോൾ
അപ്പോൾ നമുക്കിനി ഇത് കിട്ടാതെ പോയേക്കാമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു ചിന്ത, അത് നിങ്ങൾ അറിയാതെ തന്നെ കുട്ടികളെ ഇപ്പം 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരമായിരിക്കാം, നിങ്ങൾ പറഞ്ഞിട്ടല്ല കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല, അവളുടെ തന്നെ അല്ലെ അവൻ്റെ തന്നെ തീരുമാനം, കുട്ടിയുടെ തന്നെ തീരുമാനമായിരുന്നു. ഒരു 99% പേരൻസ് പറയാറുള്ള എപ്പോഴും അതാണ്, കുട്ടികളുടെ തന്നെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. 100% ഞങ്ങൾ സമ്മതിക്കുന്നു, കുട്ടികളുടെ തന്നെ തീരുമാനമായിരുന്നു. കാരണം അതൊന്ന് എടുത്തു നോക്കിയില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ടോ എന്തേ നിങ്ങൾ എനിക്കൊരു ചാൻസ് തന്നില്ല. അപ്പം ഇവിടെ നമ്മൾ എടുത്തത് അവരുടെ ആ ആഗ്രഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ കഴിവിന്റെ പരമാവധി നിന്നുകൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും വരുമാനത്തിന്റെയും സാഹചര്യത്തിന്റെ എല്ലാത്തിന്റെയും കഴിവിന്റെ പരമാവധി നിന്നാണ് ഈ ഒരു അവസരം കൊടുത്തത്. അതിൽ അവർ ഏറ്റവും നന്നായിട്ട് രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളത് 99% കുട്ടികൾ അത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, അവര് നിങ്ങൾ വിചാരിക്കും അവര് ഉറങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനെയല്ല, അവര് മാക്സിമം അവര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, കുട്ടിയല്ലേ, അതിന്റെ സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പൊ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് മാർക്കിലേക്കും വന്ന് പറ്റുന്നത്. എങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നിങ്ങൾ രക്ഷകർത്താക്കളായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ഇമ്പൾസും അല്ലെങ്കിൽ ഓരോ വിചാരങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ അവരിലും എത്തപ്പെടുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ സന്തോഷത്തോടെയും ഇതിനെപ്പറ്റി യാതൊരു വറി ചെയ്യാതെയും എൻ്റെ മകൾ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല രീതിയിലാണ് അയാൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഇവിടെ കുട്ടികളുടെ മനസ്സിലും ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന അതേ വിചാര ചിന്തകൾ അവരുടെ മനസ്സിലും പ്രതിധ്വനിക്കുന്നുണ്ട്. നിങ്ങൾ ബി പോസിറ്റീവ്. കാരണം അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ആദ്യമൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം സാഹചര്യങ്ങളാണ് ഈ 2024 മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ MBBSനൊക്കെ അപ്പുറത്ത് മെഡിക്കലിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ഒരു സംയോജിതമായിട്ടുള്ള ടെക്നോളജിയെ ഏറ്റവും അധികം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് മെഡിക്കൽ മേഖലയിൽ ഇനി വരാൻ പോകുന്നത്. അപ്പം ഇപ്പൊ പോലും ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് ചെയ്യുന്ന വലിയ വലിയ സർജറികൾ പോലും റോബോട്ടിക് സർജറിയിലൊക്കെ വരുന്ന കാലമാണ്. അവിടെ ഒരു കുഞ്ഞിന് ഒരു അഡ്മിഷൻ എന്ന് പറയുന്ന വലിയ കാര്യമല്ല എന്നല്ല, എങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അവന് അല്ലെങ്കിൽ അവൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നു. അത് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള ഏറ്റവും പറ്റിയ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചേർക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം നിങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. നീറ്റ് 2024 മെയ് 5 തന്നെയാണ് നമ്മളുടെ ഫോക്കസ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും മോഡലിൻ്റെ ആ നിമിഷം, അതായത് 12:30 മോഡൽ കഴിഞ്ഞാൽ 1:30 റാങ്ക് വരുമ്പോൾ ആ മെസ്സേജിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിധ്വനി നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒന്ന് സംസാരിക്കണം എന്നില്ല, ചിലപ്പോൾ നിങ്ങളൊരു വാക്ക് പോലും ആ കുട്ടിയോട് അതിനെക്കുറിച്ച് എന്ത് മോളെന്ന് ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സംസാരത്തിലുള്ള ഒരു പോസ് അല്ലെങ്കിൽ ഒരു മൗനം, ഒരു നിമിഷത്തെ ഒരു മൗനം പോലും കുഞ്ഞ് പിടിച്ചെടുക്കുന്നുണ്ട്. കാരണം പല കുട്ടികളും പറയുന്നത് അവരെന്ത് വിചാരിക്കും. അപ്പോൾ ഈ പരീക്ഷ കഴിയുമ്പോൾ അവരുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ പ്രതികരണമാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ഉണ്ടായി പോകുന്നത്. എങ്കിൽ പോലും നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ നമ്മുടെ ഒരു മൗനം പോലും അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാകാതെ എൻ്റെ കുഞ്ഞ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കെ അവന് ചെയ്യാൻ പറ്റുന്നത്, അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ ഒരു സിസ്റ്റത്തിലൂടെ തന്നെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിച്ചേക്കാം, നീറ്റ് ഏറ്റവും സിമ്പിളായിട്ടല്ലേ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മോഡലിന് ഏറ്റവും സിമ്പിളായിട്ട് ഡയറക്റ്റിൽ NCERTയിൽ നിന്ന് ഓരോ ഡയറക്റ്റ് ലൈൻ ബൈ ലൈൻ ഇട്ട് അവർക്ക് എല്ലാവർക്കും ഒരു 650 670 മാർക്ക് മേടിക്കാൻ പാകത്തിനുള്ള മോഡലുകൾ നടത്തിയാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറില്ല. എല്ലാവർക്കും നല്ല സ്കോർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ടെൻഷനിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നൊക്കെ ഒരുപക്ഷെ ചിലരെങ്കിലും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ 1-2 പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. നീറ്റ് ഏറ്റവും സിമ്പിളാണ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, പിന്നെ എന്തിനാണ് മോഡൽ ഈ ലെവൽ നടത്തുന്നത്? എന്തായിരിക്കാം അവരോടുള്ള മറുപടി? സർ, ഈ പറയുന്ന പോലെ നമുക്ക് അഡ്മിഷനോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മെഡിക്കൽ കോളേജോ ഒന്നും അല്ല, നമുക്ക് 720 എന്നുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ ഇടുന്നത്. അത് ഏതൊരു കുട്ടിക്കും കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ലൂപ്പ് ഹോളും ഇടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത് വഴി കുട്ടി ആ എൻ്റയർ ചാപ്റ്ററിനെയും ആ കോൺസെപ്റ്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കണം.
അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടുന്നതിന് പകരം ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി ആ കുഞ്ഞ് ആ എൻ്റെയർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെയർ ചാപ്റ്റർ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കി പോയാൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അവൻ എഴുതണം. അങ്ങനെ അവനെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അത്. നമ്മൾ ഈ പറയുന്ന പോലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു റിസൾട്ട്, ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കുറേ അധ്യാപകർ ഇരുന്ന് എത്രയോ പ്രാവശ്യം സ്ക്രൂട്ടനൈസ് ചെയ്ത് എത്രയോ പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യനെയും വിലയിരുത്തിയാണ് വിടുന്നത്. അത് ഒരിക്കലും കുട്ടിയെ ബുദ്ധിമുട്ടിപ്പിക്കാനോ കുട്ടി ഞാൻ ചെറുതായി പോയല്ലോ അല്ലെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ എന്നൊരു ബോധം അവനിൽ ഉണ്ടാക്കാനോ അല്ല, മറിച്ച് ഏത് രീതിയിൽ വന്നാലും എഴുതാൻ തക്കവണ്ണം ആ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ അവനെ പ്രാപ്തനാക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് 180 ചോദ്യങ്ങളിലുള്ള ഒരു മോഡൽ എക്സാമിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു കാരണവശാലും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യരുത്. ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ വന്ന് ഞങ്ങളുടെ ഒരു 180 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 200 ക്വസ്റ്റ്യൻ ചെയ്താൽ ആ 6 ചാപ്റ്ററുകളുടെ അല്ലെങ്കിൽ 12 ചാപ്റ്ററുകളുടെ വരാൻ സാധ്യതയുള്ള 1000-ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ആ 200 ക്വസ്റ്റ്യനുകളെ ബൈഹേർട്ട് ചെയ്യാൻ സാധിച്ചാൽ, അതിൻ്റെ എല്ലാ ചോയ്സുകളിലൂടെയും കടന്നു പോകാൻ സാധിച്ചാൽ, അതിൻ്റെ വീഡിയോ സൊല്യൂഷനിലൂടെ കടന്നു പോകാൻ സാധിച്ചാൽ ആ കുട്ടി 1000-ഓളം NCERT-യിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാപ്യമായി എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ മോഡൽ നടക്കുന്നതും അതിൽ മാർക്ക് ഈ രീതിയിൽ കിട്ടുന്നതും. അപ്പം നിങ്ങൾ മാർക്കിനെ സ്കോർ നോക്കിയാൽ മാർക്ക് കിട്ടുന്നത് 300 ആണല്ലോ, 350 ആണല്ലോ, 400 ആണല്ലോ, റാങ്ക് 2000 ആണല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതിധ്വനി ഉണ്ടായാൽ യഥാർത്ഥത്തിൽ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കുട്ടി ആ 180 എണ്ണവും പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അറിയാതെയെങ്കിലും രക്ഷകർത്താക്കൾ ആ മാർക്കിനെയും റാങ്കിനെയുമാണ് വിലയിരുത്തുന്നത്. അത് ചെയ്യരുത്. മോഡലിൻ്റെ മാർക്കിനും റാങ്കിനും പ്രാധാന്യമല്ല. ഏറ്റവും നല്ല രീതിയിൽ മോഡലുകൾ എഴുതാനുള്ള അറ്റ്മോസ്ഫിയർ, അത് ടൈം മാനേജ്മെൻറ്റ്, എക്സാമിൻ്റെ സ്ട്രെസ്സ്, എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഈ ഒരു സ്കിപ്പ് ചെയ്യാനുള്ള, അതായത് ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് ചെയ്യുക. അങ്ങനെ അടുത്തത് ചെയ്യുമ്പോൾ OMRൽ ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാൻ പാടില്ല. സബ്ജക്റ്റുകൾ മാറി ചെയ്യാനുള്ളൊരു കഴിവ്, ഇങ്ങനെയുള്ള പലവിധ പ്രാക്ടീസുകളാണ് ആ കുട്ടി ചെയ്യുന്നത്. ആ ഒരു കോച്ചിങ്, ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ കുട്ടി കടന്നു പോകുന്നതെന്ന് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ആ ഒരു മാർക്കിനെയോ റാങ്കിനെയോ ഒരു കാരണവശാലും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യരുത്. അന്ന് നിങ്ങൾക്ക് 1.5 വരുന്ന മെസ്സേജിനകത്ത് തീർച്ചയായിട്ടും ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബയോളജി ടോട്ടൽ മാർക്ക്, ഹയസ്റ്റ് മാർക്കൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ 720 കിട്ടിയ കുട്ടികളുമുണ്ട്. അവർ ഓൾറെഡി കഴിഞ്ഞ സിസ്റ്റത്തിൽ അത്രത്തോളം പ്രിപ്പയർ ചെയ്ത് വന്നവരാണ്, ഇൻബോൺ കാലിബർ ഉള്ളവരായിരിക്കാം. അപ്പം അതിൽ നമ്മളൊരു കമ്പാരിസൺ തയ്യാറാവാതെ, മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് അത്രയും ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ ഇനി വായിച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്ന് ഓരോ പ്രാവശ്യവും ഞാനും സാറും വന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ധൈര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്നതിൻ്റെ ആൻസറും കൂടിയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിനെയാണ് വിലയിരുത്തുന്നത്. മറിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ ഇടാൻ കഴിയും. പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് തന്നിട്ട് പിന്നീട് ഒരു സമയത്ത് കുഞ്ഞ് കോൺസെപ്റ്റ് പഠിക്കാതെ പോവുകയും കുഞ്ഞിന് കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലാതെ പോവുകയും ചെയ്യുകയോ, യഥാർത്ഥ പരീക്ഷയ്ക്ക് മറ്റൊരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാൽ കുഞ്ഞ് എഴുതാൻ പറ്റാതാവുകയോ ചെയ്യും. മറിച്ച് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ആ കോൺസെപ്റ്റിനെ കൃത്യമായി ഉൾക്കൊണ്ടേ പോകും. ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ തിയറി പഠിക്കേണ്ട, മാക്സിമം ഞങ്ങളുടെ ക്വസ്റ്റ്യനുകൾ ചെയ്യൂ എന്ന് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത്രയും ആ ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ചാപ്റ്ററിൽ ഇത്ര 180 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇടുന്ന ഈ 1000 ക്വസ്റ്റ്യനിൽ നിന്നേ വരൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ്. അതാണ് നിങ്ങൾക്കും ഈ പറയുന്ന പോലെ എന്തിനാണ് അതിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസേ ചോദിക്കൂ. അപ്പോൾ ഒരു 16 മാർക്കിന്റെ ക്വസ്റ്റിന് വേണ്ടി ഇത്രയും ടഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുന്നോ എന്നൊക്കെ ചോദിക്കുന്ന രക്ഷിതാക്കൾക്കുള്ള ഞങ്ങളുടെ മറുപടിയാണത്. അവരെ ഏറ്റവും നന്നായിട്ട് അതിനുവേണ്ടി റെഡിയാക്കുക എന്നുള്ളതാണ്. അത് മാത്രം ചെയ്താൽ പോലും നാളെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവൻ അറിയാതെ പോകരുത്. അവന് ഒരു 80% അല്ലെങ്കിൽ 90% ക്വസ്റ്റ്യൻ എങ്കിലും അവൻ അറ്റൻഡ് ചെയ്യണം. ഒരു ടെക്സ്റ്റും വായിച്ചില്ല, എല്ലാ കോൺസെപ്റ്റും മറന്നുപോയി, ഒന്നിനും സമയം
കിട്ടിയില്ല എങ്കിൽ പോലും മോഡൽ എക്സാമുകൾ കൃത്യമായി അനലൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനിലൂടെയും ഓപ്ഷനുകളിലൂടെയും കടന്നു പോകുന്ന ഒരു കുട്ടി നാളെ നീറ്റ് എക്സാമിന് 80% അല്ലെങ്കിൽ 85%ഓളം ക്വസ്റ്റ്യനുകളെയും കറക്റ്റായിട്ട് തന്നെ എഴുതും. ആ ഒരു വിശ്വാസം, അതിനു വേണ്ടിയിട്ടാണ് എക്സാം പാറ്റേൺ ഇങ്ങനെ പോകുന്നത്. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. ഇപ്പം NCERT-യുടെ ഇപ്പം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റിക്ക് NCERT-യിൽ നിന്ന് ഡയറക്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻ ഇടാനായിട്ട് 50 അല്ലെങ്കിൽ 1000 ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈനിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പക്ഷേ കുട്ടി ഒരിക്കലും ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും കേപ്പബിൾ ആവില്ല. അതുകൊണ്ട് 2023-ലും 22-ലും 21-ലും ഒക്കെ നമ്മുടെ കുട്ടികൾ കടന്നുപോയത് ഈ മോഡലിൻ്റെ സീരീസിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. 2023-ൽ 600-ന് മുകളിൽ 1800 കുട്ടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മോഡലുകളുടെ സമയത്ത് അതൊരു 600-650 റേഞ്ചിൽ ഞങ്ങൾ നിർത്തുകയുള്ളൂ. അതാണ് 1800-ലോട്ടും 2000-ലോട്ടും നമ്മൾ നീറ്റ് ഒറിജിനൽ എക്സാമിൽ എത്തിക്കുന്നത്. അപ്പം കൃത്യമായ ഒരു പാറ്റേണിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്നത് 300 ആവട്ടെ, 330 ആവട്ടെ, 400 ആവട്ടെ, 500 ആവട്ടെ, അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അയാൾ കൃത്യമായിട്ട് NCERT വായിക്കുന്നുണ്ടോ, അയാൾ കൃത്യമായിട്ട് എക്സാം ഹാളിൽ നേരത്തെ എത്തുന്നുണ്ടോ, ടൈം കീപ്പ് ചെയ്യുന്നത് ശരിയാണോ, OMR-ൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അയാൾ ഉറക്കം ശരിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. മാർക്കിനോ റാങ്കിനോ ഒരു ചൂണ്ടുപലക മാത്രം. നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇനി നമ്മൾ ആ ക്വസ്റ്റിനെ തന്നെ എത്രത്തോളം പഠിക്കണം, ആ ചാപ്റ്ററുകളെ എത്രത്തോളം മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ്. എനിക്ക് സാർ പറഞ്ഞപ്പോൾ വേറെയും ഒരു കാര്യം തോന്നുന്നു. അടുത്ത 2-3 ദിവസങ്ങളായിട്ട് ഞാനൊരു 5-6 അമ്മമാരെ പല സ്ഥലങ്ങളിൽ നിന്നും സംസാരിക്കും. അപ്പോൾ അവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കിയത്, അവള് 100-ന് 100 മാർക്ക് വാങ്ങിച്ചവളാണ്, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് 100% മാർക്ക് വാങ്ങിച്ച് +2-ന് പാസ്സായ ഒരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ അവൾക്ക് മാർക്ക് കുറയുന്നത്? അപ്പോൾ അവൾ അവിടെ പഠിക്കുന്നില്ല മിസ്സേ, അവൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അവളെ കൊണ്ട് പറ്റും, അവൾ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് അവിടെയും പറയാനുള്ളത്, 100 മാർക്ക് അവർ ബോർഡ് എക്സാമിന് വാങ്ങിച്ചതുപോലെ അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അവർ വാങ്ങിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന 99.9% കുട്ടികളും അതേ റേഞ്ചിൽ തന്നെ ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ മോള് വിചാരിച്ചാൽ പറ്റും, അവള് 100 മാർക്ക് ബയോളജിക്ക് 100-ന് 100 വാങ്ങിയ കുട്ടിയാണ്, അവൾക്ക് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റി എന്നല്ല ആലോചിക്കേണ്ടത്. അവിടെ 100-ന് 100 മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടി ഇവിടെ 180-ൽ 180 വാങ്ങിക്കണം എന്ന് വാശി പിടിക്കരുത്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു കുറച്ച് രക്ഷിതാക്കൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ, അതായത് കുഞ്ഞുങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് കിട്ടാത്തത്, അവർക്ക് കാലിബർ ഉണ്ട്. അപ്പോൾ കാലിബർ ഉണ്ട്, ശരിയാണ്, നമ്മുടെ കുഞ്ഞിന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ബോർഡ് എക്സാമിന് വാങ്ങിച്ച മാർക്കും ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കും തമ്മിൽ നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്ത് നോക്കരുത്. എൻ്റെ കുട്ടി അത്രയും പഠിച്ചു വന്നതാണ്, ഇപ്പൊ അവൾ ഉഴപ്പുന്നോണ്ടാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ അവൾ വിചാരിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ മാർക്ക് കുറഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും വിചാരിക്കുന്നുണ്ട്. അവര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഏറ്റവും അടുത്ത് നിന്ന് അവരെ കാണുന്നവരാണ്, അവര് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട്, ഈ പറയുന്ന പോലെ ഒരു ചെറിയ സ്ട്രെസ് വന്നാൽ പോലും ആ കുഞ്ഞത് മറന്നു പോവുകയാണ്. അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും, നീ 100 ഇത്ര മാർക്ക് വാങ്ങിച്ചതല്ലേ, നിനക്ക് 1200 മൊത്തം വാങ്ങിച്ച ഒരാൾക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റുന്നില്ലേ എന്നല്ല ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോഴും കുഞ്ഞ് വിചാരിക്കും, ശരിയാണല്ലോ, എൻ്റെ കഴിവ് ഇവിടെ വന്ന് കുറഞ്ഞു പോയോ, ഞാൻ പെട്ടെന്ന് താഴ്ത്തപ്പെട്ടോ, അങ്ങനെയൊക്കെ തോന്നും. ആ തോന്നലും പരീക്ഷ എഴുതുമ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പക്ഷേ ഇതൊന്നും തന്നെ നമ്മൾ ബോധപൂർണമായിട്ട് കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ ഒരു ആകുലത, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ മക്കൾ എത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ അവിടെ കൊടുക്കുന്ന ചെറിയൊരു ഇൻപുട്ട് പോലും കുട്ടിയിൽ വലിയ ഇൻപുട്ടുകളായിട്ടാണ് ചെന്ന് വീഴുന്നത്. നമ്മൾ ചിലപ്പം ഒന്നും വിചാരിക്കാതെ പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ ചിലപ്പോൾ അത് ഓർക്കുന്ന പോലും ഇല്ല. പക്ഷെ അന്ന് ഫോൺ വിളിച്ചപ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്നോട് ഇത് പറഞ്ഞു മിസ്സേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് മക്കളെ ഞാൻ ഈ അടുത്ത സമയത്ത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകേണ്ട ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഏറ്റവും നിങ്ങൾക്ക് ചെയ്യേണ്ട രീതികൾ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളുക. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠാകുലരാകേണ്ട ആവശ്യമില്ല. അവർക്ക് പറ്റിയ മേഖലകൾ ധാരാളം ഇന്ന് ഓപ്പണിംഗ് ആണ്. അവർക്ക് പറ്റിയ എൻട്രൻസുകളും വിവിധ കോഴ്സുകളും വിവിധ യൂണിവേഴ്സിറ്റികളും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഇന്ന് ഓപ്പണിംഗ് ആണ്. അതിലോട്ട് ധാരാളം ചാൻസുകളും അവർക്കുണ്ട്. അപ്പം അവരുടെ ഭാവി ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മോൾഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യവും 2024-ൽ നമുക്കുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക്. പക്ഷെ അത് ആകാംക്ഷയും നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഒരു
എന്താ പറയുക, ഒരു ടെൻഷനിലോട്ട് നിങ്ങൾ മാറരുത്. ഇപ്പം നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു, മാർച്ച് 9 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിലേറ്റവും നല്ല രീതിയിൽ കൃത്യമായിട്ട് തെറ്റുകളൊന്നും കൂടാതെ ചെയ്യുക. ആ ഒരു കോൺഫിഡൻസ് ലെവലിലോട്ട് കുട്ടി മാറുന്ന രീതിയിൽ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പരസ്പരം ഈ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തപ്പോൾ പോലും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ പോലും ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കുട്ടികൾ 100% ഇതിനു വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുട്ടികളോടൊരു വാക്ക്, നിങ്ങളുടെ ശ്രദ്ധ അല്പം പോലും പതറിപ്പോകാൻ പാടില്ലാത്ത ഒരു സമയവും കൂടിയാണിത്. നമുക്ക് NCERT-യുടെ ഒരു ആവശ്യകത, NCERT-യിലോട്ട് എത്രത്തോളവും നൂഴ്ന്നിറങ്ങേണ്ട ഒരു സമയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നു. NCERT വിട്ടൊരു ജീവിതം ഇനി വരുന്ന 60-65 ദിവസം നമുക്കില്ല. എന്നും എപ്പോഴും NCERT നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരല്പസമയമെങ്കിലും ഉണ്ടെങ്കിൽ NCERT-യിലൂടെ കടന്നു പോകണം. ഇപ്പോൾ ഒരു 14 മണിക്കൂർ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 മണിക്കൂർ നമുക്ക് ഏറ്റവും കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാം. മിച്ചമുള്ള സമയത്ത് NCERT വായിക്കണം, കൂടുതൽ പരീക്ഷകൾ എഴുതണം എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിനപ്പുറത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറേണ്ട ചില കാര്യങ്ങളെങ്കിലും സംഭവിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെയും ഫോണിൻ്റെയും മറ്റു പല വർത്തമാനങ്ങളുടെയും മറ്റു പല റിലേഷനുകളുടെയും ഇവിടെയാണ് അവരും ഒരു സെൽഫ് ജഡ്ജിങ്, സെൽഫ് അനാലിസിസ് നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മാർക്കൊക്കെ വരുമ്പോൾ നിങ്ങളും അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. ഈ പ്രാവശ്യം എനിക്ക് എത്രാമത്തെ റാങ്ക് ആണ്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. പല ആൾക്കാരും വരുമ്പോൾ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ അടുത്ത് വരുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിലൊന്ന് എഴുതി വെച്ചോ. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോഴായാലും ആഹാരം കഴിക്കുമ്പോഴായാലും എപ്പോഴായാലും ഒരു കൈ ഉപയോഗിക്കുമ്പോൾ മറ്റേ കൈ ഫ്രീ ആണ്, അതിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കോ. അപ്പം നമ്മൾ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ നമ്മുടെ ആ ഒരു ലക്ഷ്യം, അതല്ലാതെ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വേണ്ട. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നീട്, അത് നിങ്ങൾ ആഫ്റ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്യും എന്ന് വിചാരിക്കുക. മറ്റൊരു കാര്യത്തിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. കാരണം മറ്റൊരു റിലേഷനെ കുറിച്ചും മറ്റൊരു ടൈം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളിലോട്ടും ദയവായിട്ട് നിങ്ങൾ കടന്നു പോകരുത്. കടന്നു പോയാൽ നമുക്കിനി വരുന്ന ഈ ഒരു 65 ദിവസം എന്ന് പറയുന്നത് ഈ മെയ് 5 ശേഷം ഏതാണ്ട് 3-4 മാസങ്ങൾ നിങ്ങൾക്ക് ആഘോഷങ്ങളുടേതാവും. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ മെഡിക്കലിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെ നമുക്കറിയാം. നമുക്ക് ആ ഗവൺമെൻറ് മേഖലയിൽ എത്തേണ്ട മാർക്കല്ല വരുന്നതെങ്കിൽ നമുക്ക് വലിയ ഫീസ് കൊടുത്ത് നമുക്ക് MBBS-ലോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ട്. നമുക്കറിയാം 130 മാർക്ക് കിട്ടിയുള്ളെങ്കിലും MBBS-ന് 35 ലക്ഷം കൊടുത്താൽ വേണമെങ്കിൽ നമുക്ക് MBBS-ന് പോകാം. നമുക്കുള്ള വീടും പറമ്പും എല്ലാ സമ്പാദ്യങ്ങളും വിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് MBBS-ന് അഡ്മിഷൻ എടുക്കാം. അതുകൊണ്ട് യാതൊരു അവസ്ഥയുമില്ല. അവിടെ നമ്മുടെ പേരൻസിൻ്റെ ഒരു ആകുലത, അവരുടെ കണ്ണിലുള്ള ഒരു തീയ്, നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത, ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന 60 ദിവസം നിങ്ങൾ വൃഥാ നഷ്ടപ്പെടുത്തരുത്. അത് ദയവായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നെറ്റിലൂടെയും മൊബൈലിലൂടെയും മറ്റുള്ള റിലേഷനുകളിലൂടെയും ഒന്നും പോകാനുള്ളതല്ല ഈ സമയം. നിങ്ങൾ ഇപ്പം 300 കിട്ടുന്ന ആളാണെങ്കിൽ ഇല്ല, നീറ്റ് ഞാൻ ഉപേക്ഷിച്ചു, ചിന്തിക്കേണ്ട. ഒരു ലെവലിലോട്ട് ഞാൻ ഒരു സാച്ചുറേറ്റഡ് ലെവലിലോട്ട് പോയതുപോലെ ഇനി എനിക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ ഇനി കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കേണ്ട. ഇതൊന്നും, ഈ മാർക്കുകളൊന്നും തന്നെ മെയ് 5 പ്രതിഫലിക്കാനേ. ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും 150-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നീറ്റ് 2024 വരികയുള്ളൂ. അപ്പം NCERT-യിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. NCERT ബയോളജി ടീച്ചർ വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ ചാപ്റ്ററുകൾ നിങ്ങൾ വായിക്കണം. ഒരു ദിവസം വായിക്കേണ്ടത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ബയോളജി NCERT തന്നെ. ഫിസിക്സ് കെമിസ്ട്രി വരുമ്പോൾ പേജുകൾ വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ പാരഗ്രാഫുകളും അതിൻ്റെ ഗ്രാഫുകൾ, അതിൻ്റെ ബോക്സുകളുള്ളത്, ചാർട്ടുകളിലുള്ളത്, എക്സസൈസിലുള്ള പ്രോബ്ലങ്ങൾ അതേപടി അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയാൽ മതി. അങ്ങനെ എത്രത്തോളം NCERT-യിലൂടെ പോകാൻ പറ്റുന്നു. ബാക്കിയുള്ള സമയം മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴും തിയറി പഠിച്ച് തീർന്നില്ല എന്ന് പറയുന്ന ഒരു 10% കുട്ടികളെങ്കിലും ഞങ്ങൾക്ക് ക്യാമ്പസുകളിൽ കാണാം. അവരോടും ഞങ്ങൾക്ക് പറയാനുള്ള, ഓക്കെ
നിങ്ങൾക്ക് ഇനിയുള്ള ഒരാഴ്ച അല്ല 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്തോളൂ. അത് അവസാനത്തെ 50 ദിവസത്തേക്ക് ദയവായിട്ട് വെക്കരുത്. ക്വസ്റ്റ്യൻ ചെയ്യൂ, ക്വസ്റ്റ്യനിലൂടെ തിയറി പഠിക്കൂ. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തിയറി പഠിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുക, തിയറി. പിന്നെ നിങ്ങൾക്കത് ചില ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് സാർ പറഞ്ഞ ഇക്കോ സിസ്റ്റം ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ചാപ്റ്റർ വായിച്ചേ പറ്റും. അതെന്തായാലും നമ്മൾ ബയോളജിക്കൊക്കെ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ NCERT വായിക്കും. അതൊന്ന് വായിക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ആ ചാപ്റ്ററിനെ മുഴുവൻ മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കൃത്യം എവിടെയാണ് കിടക്കുന്നത്, എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇനി എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോയാലും നിങ്ങൾ തൽക്കാലം അതിനെക്കുറിച്ച് ഒന്നും വറീഡ് ആവണ്ട. ഒത്തിരി ആങ്ഷ്യസ് ആയി, ഒത്തിരി ടെൻഷൻ അടിച്ച് ഭയങ്കരമായ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് ഈ സമയത്ത്. അത് ശരിക്കും നിങ്ങളെ തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു കുഴിയിലിടുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നു പോയാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ചിലപ്പോൾ ഒരു ഡൗൺ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ തോന്നും. പക്ഷെ അവിടെ കിടക്കുന്നതിലല്ല കാര്യം, അവിടുന്ന് എത്ര വേഗത്തിൽ നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗൺ ഫീലിംഗ് അല്ലെങ്കിൽ ഞാനൊന്ന് പുറകിലോട്ട് പോകുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം നിങ്ങൾ തന്നെ സെൽഫായിട്ട് അനലൈസ് ചെയ്ത് എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കേ പറ്റൂ, അത് ഞാനായിട്ട് എന്നെ തോൽപ്പിക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് പോയി നോക്കൂ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. ഈ അടുക്കുന്ന സമയങ്ങളിൽ ഭയങ്കര ആകുലതയും വ്യാകുലതയും ഒക്കെയാണ്. ഇതൊന്നും വേണ്ട. നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആകുന്നോ, നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡ് ആകുന്നോ, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ബ്രെയിനിലിരിക്കും. അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡി. നിങ്ങൾ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് പഠിക്കുന്നോ അതിനനുസരിച്ച് അത്രയും ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസും. അപ്പം വീഴാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ എത്രയും വേഗം എഴുന്നേറ്റ് മുന്നോട്ട് തന്നെ പോകുന്നവരെ നമുക്ക് കാണാം. അതിലാണ് നമുക്ക് വിജയമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ദൃഷ്ടി, നിങ്ങളുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെ ആയിരിക്കണം. മെയ് 5-ന് ശേഷവും നമ്മളുടെ ജീവിതം ഏറ്റവും സുന്ദരമായിട്ടുള്ള അനേകം വർഷങ്ങൾ നമ്മൾ ജീവിച്ച് തീർക്കേണ്ടതാണ്. സുന്ദരമായ സ്വപ്നങ്ങളിലൂടെയും സുന്ദരമായ ഈ ലോകത്തിലൂടെയും നമുക്ക് ജീവിച്ച് തീർക്കേണ്ടതാണ്. അതിനൊരു MBBS ഒന്നും ഒരിക്കലും ഒരു അധിക ബാധ്യതയായി നമുക്ക് മുമ്പിൽ ഉണ്ടാവേണ്ട. ധാരാളം സാധ്യതകൾ നമുക്കറിയാം. CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, 3 ലക്ഷത്തിൽ പരം ഡിഗ്രി സീറ്റുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് മുമ്പിലായിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ 1 രൂപ 2 രൂപയാണ് പല യൂണിവേഴ്സിറ്റികളിലും ഫീസ്. ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അതും നിങ്ങൾ കാണാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത ഹൈഫൈ ആയിട്ടുള്ള ഫെസിലിറ്റി, ലാബ് ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള പല നൂതന കോഴ്സുകളും. പല കുട്ടികളും ഇന്ന കോഴ്സിന് ഞാൻ എവിടെ പോകണം, ഇന്ന കോഴ്സിന് എവിടെ പോകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ വേറെയും ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ഈ ഒരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് അങ്ങനെയുള്ള എൻട്രൻസുകൾ ഒന്നും തന്നെ നിങ്ങൾ ജസ്റ്റ് പോയി പരീക്ഷ എഴുതി തിരിച്ചു വരുന്നത് പോലെ ഉള്ളൂ. മെയ് 15 മുതൽ മെയ് 30 വരെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ നിങ്ങൾക്ക് എഴുതിയാൽ ഏതാണ്ട് 70ഓളവും നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിൽ, അതായത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ കോമ്പിനേഷൻ വെച്ച് വിവിധ യൂണിവേഴ്സിറ്റികളിൽ അത്രത്തോളം ഡിഗ്രി പ്രോഗ്രാമുകൾ ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, കർണാടക, തമിഴ്നാട് യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിടത്തോട്ട് തിരിച്ചു വരികയാണ്. ഇനി വരുന്ന യുഗം അല്ലെങ്കിൽ ഇനി വരുന്ന ദശാബ്ദം എന്ന് പറയുന്നത് MBBS എന്ന് പറയുന്നതാണെങ്കിലും മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും ടെക്നോളജിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് മെഡിക്കൽ പ്രൊഫഷനിലോട്ട് എത്തിപ്പെടുന്നത്. ഏത് മേഖലയിലൂടെ, ഇപ്പോൾ BSc നേഴ്സിംഗ്, BSc നേഴ്സിംഗിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സുകൾ ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അത്രയധികം കോഴ്സുകളാണെന്ന് BSc നേഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ടെക്നോളജിയോട് ചേർന്ന് നിൽക്കുന്ന, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള ഡ്രഗ്സ്, അതായത് മരുന്ന് നിർമ്മാണം ഉൾപ്പെടെയുള്ള AI പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപകരിക്കുന്നത് ഡയഗ്നോസ് ചെയ്യുന്നതിൽ നമുക്ക് ധാരാളം കോഴ്സുകളുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ എത്താൻ പറ്റുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ, ഇംഗ്ലീഷിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ, അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോ PhD ചെയ്യണമെങ്കിൽ, IIC ബാംഗ്ലൂർ പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് PhD ചെയ്യണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സമയവും കാലവും ധാരാളമുണ്ട്. ഈ ഒരു 17 വയസ്സോ 18 വയസ്സിലോ ഒന്നും നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഇപ്പം MBBS ലക്ഷ്യമല്ല ഇത്. നിങ്ങളിപ്പോ വിചാരിക്കുന്നതാണ് MBBS കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു, ഞാനിതാ
തീർന്നു. അങ്ങനെയല്ല, ഇതൊരു തുടക്കമാണ്. എയിംസ് ഡൽഹിയിലെത്തിയ ആളുടെ യഥാർത്ഥത്തിൽ അയാളുടെ ലക്ഷ്യത്തിന്റെ 1% എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിലും 99% ലൈഫ് യഥാർത്ഥത്തിൽ പിന്നെയും കിടക്കുകയാണ്. അത് തന്നെയാണ് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും സുന്ദരമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള 65 ദിവസങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. 25 ലക്ഷത്തിൽ നിന്ന് നമുക്ക് 25,000 വരുമ്പോൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. അത് ദയവായിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കണം. അതിനു പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ജൂൺ മാസം മുതൽ ക്ലാസ് തുടങ്ങിയപ്പോൾ പല മുഖങ്ങളും ഞങ്ങൾക്കറിയാം. ടീച്ചർക്ക് ക്ലാസ് കഴിയുമ്പോൾ എപ്പോഴും പറയും, ശരിയാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു മറുവാക്കാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ അവരുടെ ആ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ഡിഗ്രിക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ അവരുടെ പൈസയും സമയവും എല്ലാം മനസ്സിലാക്കി അവരിവിടെ കൊണ്ടാക്കിയത്. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ഏത് രീതിയിൽ ഞങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളത് പലരുടെയും മുഖങ്ങളിൽ നിന്ന് ആ സമയത്ത് ഞങ്ങൾ അല്പം വേദനയോടെ കാത്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നമുക്ക് ഇനി വരുന്ന ഒരു 60-65 ദിവസം ഏറ്റവും നല്ല രീതിയിൽ പ്രയത്നിക്കാനുള്ളതാണ്. ഓരോ ദിവസവും നമ്മുടേതാവണം, നമ്മുടേത് തന്നെയാണ്. ഇനി നമുക്ക് അതിനകത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരിക്കലും തളരാതെ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക, ഏറ്റവും ശാന്തരായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരു ഓട്ട മത്സരം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ട്രാക്കിൽ, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ട്രാക്കിലൂടെ നിങ്ങൾ ഓടുവാണ്. ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിലുള്ള ആൾ ഇപ്പോൾ മുമ്പിൽ കയറുമോ, അല്ലെങ്കിൽ മുമ്പിലുള്ള ആൾ താഴെ പോവോ, ഞാനിപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ്, ഇങ്ങനെയൊക്കെ നിങ്ങളെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കാൻ പോയാൽ എന്ത് പറ്റും? നമ്മളെ ട്രാക്കിൽ സ്പീഡ് കുറഞ്ഞു പോകും, ബാക്കിയുള്ളവർ മുന്നേ പോവുകയും ചെയ്യും. ഇതുപോലെയാണ് നിങ്ങൾ ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ കൂടെയുള്ള ആൾ എന്തായി, കുറഞ്ഞ എന്തായി, മാർക്ക് എന്താണ്, വീട്ടിൽ ഞാൻ എന്ത് പറയും, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്താവും, കിട്ടിയാൽ എന്താവും, ഇതൊന്നും ആലോചിക്കേണ്ട. തൽക്കാലം നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണ്, അത് മാത്രമേ ഉള്ളൂ. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഏറ്റവും നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യൂ. എഫേർട്ട് നിങ്ങൾ എടുത്തേ പറ്റൂ. പക്ഷെ നിങ്ങളെ സ്ട്രെനുവസ് ആക്കാതെ എഫേർട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്ക് എഫേർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമുക്ക് ഓടി എത്തണം. അവിടെ ഞാൻ ഓടില്ല എന്ന് പറയാൻ പറ്റൂല, ഞാൻ ഇവിടെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല, കാല് കഴിക്കും എന്ന് പറയാൻ പറ്റില്ല, ഓടിയേ പറ്റൂ. പക്ഷെ ഓടുമ്പോൾ നിങ്ങൾ ആ ഫിനിഷിംഗ് പോയിന്റ് മാത്രമേ നോക്കി ഓടാവൂ. ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും തൽക്കാലം അവെയർ ആകാതെ ആ ഫിനിഷിംഗ് പോയിന്റ് മാത്രം നോക്കി ഓടിക്കോളൂ. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു എൻറ്റയർ ടീം നിങ്ങളുടെ പുറകിലുണ്ട്, നിങ്ങളുടെ കൂടെ നടക്കുവാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതവും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രയത്നവും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ രക്ഷിതാക്കള് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനേകായിരം കുടുംബങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കളോട് 2 വാക്ക്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ ചെയ്യുന്ന ജോലി അവർ കൃത്യമായി ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുക. അത് ഞങ്ങളും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡ്രീം 720 എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അയാളുടെ ആർജിച്ചിരിക്കുന്ന കഴിവിൻ്റെ മാക്സിമം 200 ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായ 180 ഉത്തരങ്ങൾ അത് OMR ഷീറ്റിൽ പ്രതിഫലിച്ചിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സോ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലെ? നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഈ എഫേർട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു നഷ്ടമായിട്ട് മാറില്ല. ഒരാൾ പോലും, ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇപ്പം അവർക്ക് കിട്ടിയോ കിട്ടിയില്ലയോ, അല്ലെ ഗവൺമെന്റ് കോളേജ് കിട്ടിയെന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾ ഇത്രയും വർഷം, ഒരു വർഷം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ ലൈഫ് ഇങ്ങനെയെന്ന് ഓരോ കുഞ്ഞു പോലും പറയാൻ ഇടവരില്ല. അത് ഞങ്ങളുടെ ഉറപ്പാണ്, ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ഉറപ്പാണ്. നിങ്ങൾക്കും അതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ ഏറ്റവും മുകളിൽ, അത് സാറ് പറഞ്ഞ പോലെ എയിംസിലോ ജിപ്മറിലോ അല്ലെങ്കിൽ MBBS അഡ്മിഷനോ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നിന്ന് എന്തേ ഞാൻ ഇങ്ങനെ എന്ന് ചോദിക്കാൻ ഒരു അവസരം അത് ഉണ്ടാക്കുകയേ. ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ UPSC ഉൾപ്പെടെയുള്ള, ഇപ്പം BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ IAS ഉദ്യോഗസ്ഥർ ഈ അഗ്രികൾച്ചർ മേഖലയിൽ നിന്നാണ് സിവിൽ സർവീസിൽ ഇന്ന് ജോലി ചെയ്യുന്നത്. അതുപോലെ IFC ആയിക്കോട്ടെ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, ഏത് സെക്ടറിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ നിങ്ങൾക്ക് ഭയമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഏറ്റവും അധികം നന്നായിട്ട് പഠിച്ചിരിക്കുന്നതും ഏറ്റവും അധികം ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. അതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതിഫലനം, റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുകയും ചെയ്യും. സോ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് ഏറ്റവും സന്തോഷത്തോടെ മെയ് 5 നടക്കാം.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.